RDX ആദ്യ വിഷയത്തിലേക്ക് കോട്ടയം കേന്ദ്രമാക്കി ഇന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആലോചനാ യോഗം നടന്നു. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു യോഗം. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവരായിരുന്നു യോഗത്തിനെത്തിയ പ്രധാനികൾ. സിറോ മലബാർ സഭ ബിഷപ്പുമാർ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെളിവായതോടെ പിന്മാറി. മുൻ കേരള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ പിന്നണിയിൽ എന്താണ്? പുതിയ ഒരു പാർട്ടിയെ കേരളത്തിലെ ക്രൈസ്തവർ എങ്ങനെ സ്വീകരിക്കും? ആദ്യം RDX റാപ്പിലേക്ക്. കുടിയേറ്റ കർഷക മേഖലകളിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് കേരള ഫാമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമ്മേളനം വിളിച്ചത്. ഉദ്ഘാടകനായി നിശ്ചയിച്ചത് സിറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയെ. കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാൻ ജോർജ് എ മാത്യു ആണ് നേതൃത്വത്തിൽ. കോട്ടയത്തെ യോഗത്തിലെത്തിയത് വൻകിട പ്ലാന്റർമാർ അടക്കമുള്ളവർ. കർഷക കുടിയേറ്റ മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം, റബ്ബർ വില എന്നിവയിലൂടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലയിൽ പ്രചാരണം നടത്തലാണ് ശ്രമം. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം എന്ന വാർത്ത പരന്നതോടെ ഉദ്ഘാടകനായി നിശ്ചയിച്ച കർദിനാൾ അടക്കം പിന്മാറി. ഇതോടെ രാഷ്ട്രീയ പാർട്ടി എന്നത് ഊഹാപോഹമെന്ന് നേതാക്കളുടെ വിശദീകരണം. കൂടിയാലോചനാ യോഗം മാത്രമെന്ന് സമ്മേളനവേദിയിൽ സംഘാടകർ പ്രഖ്യാപിച്ചു. നാളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം NDA നേതാവ് തുഷാർ വെള്ളാപ്പള്ളി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. മുമ്പേ ഇത്തരം ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങളും ഇരുമുന്നണികളുമായി നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സംഘപരിവാറിന് NDAയ്ക്ക് ഒക്കെ ഒപ്പം കൂട്ടാനുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം വേണം എന്നുള്ള ആലോചന മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ അത് പലപ്പോഴും ഫലം കണ്ടില്ല. ഇപ്പോൾ കൂടുതൽ സജീവമായിരിക്കുകയാണ് ആ ആലോചന. BJPയിൽ കെട്ടാനാണോ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രൂപീകരിക്കാൻ ചില ക്രൈസ്തവ സംഘടനകളും ക്രൈസ്തവ നേതാക്കളും ചേർന്ന് ശ്രമിക്കുന്നത് എന്നതാണ് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം. അമരത്ത് കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാനായ ജോർജ് ജെ മാത്യു ആണുള്ളത്. ശക്തമായ പിന്തുണയുമായി NDA നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഇവർക്കൊപ്പമുണ്ട്. ഇതിന് മുൻകൈ എടുക്കുന്നത് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയുമാണ്. ആ സംഘടന രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത് കോട്ടയത്തെ പ്രധാനപ്പെട്ട ചില പ്ലാന്റർമാരടക്കം വൻകിട തോട്ടമുടമകളാണ് എന്ന പ്രത്യേകതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ആസൂത്രണം തുടക്കത്തിലെ തന്നെ പാളി. രാഷ്ട്രീയ ലക്ഷ്യം പുറത്തായതോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റ ബിഷപ്പുമാർ പലരും പിന്മാറിയത്. ഉദ്ഘാടകനായി നിശ്ചയിച്ചത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെയാണ്. മാർ മാത്യു അറക്കലിനെയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ആലോചിച്ചിരുന്നു. പക്ഷേ ഇവരിരുവരും ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം കൂടിയാണ് എന്ന മട്ടിലുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ പിന്മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കാസ എന്ന ഒരു സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. തീവ്ര വലതുപക്ഷ ആശയങ്ങളിലൂന്നിയുള്ള ഒരു ക്രൈസ്തവ വർഗീയ സംഘടന തീവ്ര വർഗീയ സംഘടന എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവെ. അപ്പോൾ അവരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചില ചർച്ചകളും ഉയരുന്നുണ്ട്. ലക്ഷ്യം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ BJP പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. കാർഷിക പ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും ഉയർത്തി പിന്തുണ ആർജിക്കാനാണ് ഇവരുടെ ശ്രമം എന്നാണ് പറയപ്പെടുന്നത്. ഇനി എന്താണ് കാസ എന്നുള്ളത്? ഇപ്പോൾ നമുക്കറിയാവുന്ന കാസ വളരെ വിശുദ്ധമായ ഒന്നാണ്. പക്ഷേ ഈ കാസ മറ്റൊന്നാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ് ഈ സംഘടനയുടെ പേര്. വെബ്സൈറ്റിൽ അവകാശപ്പെടുന്നതനുസരിച്ച് രൂപീകരണം 2006 എന്ന് പറയുന്നു. കാസ എന്ന പേരിൽ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യുന്നത് 2019 RSS മാതൃകയിലുള്ള ക്രിസ്ത്യൻ സംഘടന എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിച്ച് കാണുന്നത്. എൻ്റെ രാജ്യം എൻ്റെ വിശ്വാസം എന്നതാണ് ആപ്തവാക്യം എന്നാണ് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ വിവിധ ക്രിസ്ത്യൻ സഭകളിലായി 5000 അംഗങ്ങളുണ്ട് എന്ന് കാസ അവകാശപ്പെടുന്നു. ഇവർ ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതുവിൽ വർഗീയ വംശീയ പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ്. വിവിധ വിഷയങ്ങളിൽ മുസ്ലിം സമൂഹത്തിനെതിരായ വർഗീയ പ്രചാരണം നടത്തുന്നുണ്ട്. BJP RSS അനുകൂല പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ചില പ്രതികരണങ്ങളും നടത്തുന്നുണ്ട്. ഏത് വിഷയത്തിലും BJP ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കടന്നാക്രമിക്കുന്ന ഒരു രീതി തുടർച്ചയായി കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളീയ സാഹചര്യത്തിൽ നിന്ന് മാത്രമേ ഇവർ വിഷയങ്ങളെ അവതരിപ്പിക്കാറുള്ളൂ എന്ന പ്രത്യേകതയുണ്ട്. ഒരു ദേശീയ കാഴ്ചപ്പാടോടെ ഇത്തരത്തിൽ വിഷയങ്ങളെ, ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള വിഷയങ്ങളെ ഇവർ അവതരിപ്പിക്കാറോ കാണാറോ ഇല്ല. ഇനി മുമ്പും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ ഒരു BJP അനുകൂല പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമം 2 വർഷം മുമ്പ് 2023 തന്നെ നടന്നതാണ്. അതിന് നേതൃത്വം നൽകിയത് മുൻ MLA ആയിരുന്ന ജോണി നെല്ലൂരാണ്.
കത്തോലിക്ക കോൺഗ്രസ് നേതാവ് വി അഗസ്റ്റി എന്ന നേതാവ് കൂടി ഇതിനൊപ്പം ചേർന്നിരുന്നു. പാർട്ടി രൂപീകരിച്ച് കൊച്ചിയിൽ ഇതിൻ്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായെങ്കിലും പക്ഷേ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. മുൻ MLA-മാരും കേരള കോൺഗ്രസ് നേതാക്കളുമായ ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫനും ആയിരുന്നു ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. അവർ പാർട്ടി വിട്ടു. പിന്നെ ഈ സിറോ മലബാർ സഭയ്ക്ക് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് നിൽക്കാൻ ചില ആഗ്രഹങ്ങൾ ചില തലത്തിലുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കർഷക കുടിയേറ്റ മേഖലയുടെ താല്പര്യം രക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വേണം എന്നത് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു ആവശ്യമാണ് എന്ന തലത്തിൽ ചില വാർത്തകൾ വരുന്നു. നീക്കങ്ങൾക്ക് തുടക്കമിട്ട് താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലുമുണ്ട് എന്ന് പറയുന്നു. ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ പ്രസ്താവന നടത്തി. എന്നാൽ നീക്കങ്ങളെ തുറന്ന് എതിർത്ത് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് രംഗത്തെത്തി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ റബ്ബർ വില കൂട്ടിയാൽ സഹായം നൽകാമെന്ന് നേരത്തെ ഈ പാംബ്ലാനി പിതാവ് പറഞ്ഞത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാകും. റബ്ബർ വില കേന്ദ്ര സർക്കാർ കൂട്ടിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന് ആണ് തലശ്ശേരി ബിഷപ്പ് ആയിരുന്ന മാർ ജോസഫ് പാംബ്ലാനി അന്ന് പ്രസ്താവന നടത്തിയത്. കത്തോലിക്ക കോൺഗ്രസ് കർഷക റാലിയിലായിരുന്നു ഈ പ്രസ്താവന നടത്തിയത്. ഇതിൻ്റെ കൂടെ ഈ കാസ്ത നടത്തുന്ന ചില പ്രചാരണങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അടക്കം, ഫുഡ് ജിഹാദ് അടക്കം, അങ്ങനെ പല ജിഹാദുകളും ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സ്ത്രീകളെ നാർക്കോട്ടിക് ജിഹാദിന് ഇരയാക്കുന്നു എന്ന് ആരോപിച്ചത് പാലാ ബിഷപ്പാണ്. മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പ്രസ്താവന പിന്നീട് വൻ വിവാദമായി. അതിൽ പിന്നീട് വിശദീകരണമൊക്കെ ഉണ്ടായി. ലവ് ജിഹാദ് ആരോപണവും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വന്നു. മുസ്ലിം യുവാക്കൾ ക്രിസ്ത്യൻ യുവതികളെ പ്രണയം നടിച്ച് മതം മാറ്റുന്നതായിരുന്നു ആ പ്രചാരണം. അത് മുമ്പ് ഇടുക്കി ബിഷപ്പ് ആയിരുന്ന ആനിക്കുഴിക്കാട്ടിൽ പിതാവാണ് അന്ന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നും ഈ സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇതിൻ്റെ വിവരങ്ങളുമായി ചില വിലയിരുത്തലുകളുമൊക്കെയായി അനിൽ ജോർജ് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനിൽ, എന്തായാലും എല്ലാ കാലത്തും ഇപ്പോൾ സഭയോട് ചേർന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ വിവിധ രൂപങ്ങൾ സഭയോട് അത്രയും ചേർന്ന് നിന്നിരുന്ന പാർട്ടികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ കേരള കോൺഗ്രസുകൾക്കപ്പുറം ദേശീയ തലത്തിൽ തന്നെ ആ ശക്തി തെളിയിക്കാനും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ അവരുടെ ഒരു ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു പാർട്ടി വേണമെന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമെങ്കിലും ചില ഭാഗങ്ങളിലൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഒരു 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 എക്സ്പ്രഷനാണോ ഇന്നത്തെ ഈ യോഗത്തിൽ കണ്ടത്? ഹർഷൻ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തവർക്ക് പ്രത്യക്ഷത്തിൽ ക്രൈസ്തവ സഭയുടെ പിന്തുണയോ സംഘടനകളുടെ പിന്തുണയോ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇന്ന് നടന്നത് ജോർജ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കർഷക സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിലേക്ക് വരണം എന്നാണ് കാഞ്ഞിരപ്പള്ളി മുൻ രൂപത അധ്യക്ഷനെ ക്ഷണിച്ചതെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞത്. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന നിലപാടാണ് അദ്ദേഹം ആ വേദിയിൽ അവതരിപ്പിച്ചത്. അതിനാലാണ് വരാം എന്ന ഒരു സമ്മതം മാർ മാത്യു അടക്കലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറയപ്പെടുന്നു. പക്ഷേ മുൻപ് കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ജോർജ് മാത്യു അടക്കമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സീറ്റുകളടക്കം നൽകുന്നതടക്കം അല്ലെങ്കിൽ ആ മേഖലകളിൽ MLA-മാരെ നിശ്ചയിക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ. അതിനാൽ തന്നെ ഈ വേദിയിൽ അദ്ദേഹത്തെ കിട്ടുക എന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി അവർ മുമ്പോട്ട് വെച്ചിരുന്നു. ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒട്ടൊന്ന് നാടുകൾ അല്ലെങ്കിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലെയും പ്രോഗ്രാമുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരാളാണ് ജോർജ് ആലഞ്ചേരി. അദ്ദേഹത്തെ ഇവർ കാണുകയും ഒപ്പം ഈ കർഷക പ്രശ്നങ്ങളിൽ സംസാരിക്കാൻ വരണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ആ രീതിയിലാണ് ഇരുവരും എത്താമെന്ന് സമ്മതിച്ചെന്ന് സഭയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ BJPയുമായി അലയൻസ് ഉള്ള ഒരു പാർട്ടി രൂപീകരിക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സഭാവൃത്തങ്ങൾ മനസ്സിലാക്കുന്നത്. അത്തരം വാർത്തകൾ പുറത്തു വരുന്നു. തുടർന്ന് സഭാ നേതൃത്വം കൃത്യമായി ഇരു മെത്രാന്മാരോടും ഇക്കാര്യത്തിൽ കൃത്യമായി നിലപാടെടുക്കണം, ഈ മീറ്റിംഗിലേക്ക് പോകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സീറോ മലബാർ സഭ നേതൃത്വം തന്നെ ഈ രണ്ടുപേരോടും ഈ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അതിനാലാണ് അവർ പോകാതിരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം ഈ ജോർജ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കൂടിച്ചേർന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് സഭയുടേതായ ഒരു താല്പര്യമല്ല എന്ന ഒരു
ഒരു മെസ്സേജ് കൂടി സഭ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ പ്ലാന്റർമാർ അടക്കമുള്ളവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിൽ അടക്കം അവരുടെ ഭൂമിയിൽ കൂടുതലായ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് ഈ മേഖലകളിലെ കർഷകരുടെ പ്രശ്നങ്ങൾ എന്നത് ഉന്നയിക്കാൻ ഇപ്പോൾ ക്രൈസ്തവ മേഖലയിൽ നിന്ന് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കേരള കോൺഗ്രസിന്റെ വിവിധ രൂപങ്ങളുണ്ട്. അതിലെന്തായാലും ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട പ്ലാന്റർമാരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു സംവിധാനമല്ല. അതിനപ്പുറത്ത് സാധാരണ കർഷകരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് കർഷകരെ സംഘടിപ്പിക്കാൻ തൽക്കാലം ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് കൂടിയല്ലേ വ്യക്തമാവുന്നത്? തീർച്ചയായും സാധാരണക്കാരായ കർഷകരുടെ പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഈ കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ളവയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ തോട്ടം ഉടമകളുടെ താല്പര്യത്തിലേക്കാണ് ഇപ്പോൾ അത്തരം ചർച്ചകളും സമരങ്ങളും അത്തരം താല്പര്യങ്ങളുമൊക്കെ സഭയുടെ പോകുന്നതെന്ന വിമർശനം സഭയ്ക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സമ്മേളനത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ സമ്മേളനത്തിൽ BJPയുമായി ചേർന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് BJPയുടെ ഒരു ജില്ലാ നേതാവ് പോലും ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ആരും തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. മറിച്ച് ഒരു സമീപനം എന്ന് വേണമെങ്കിൽ കരുതാമല്ലോ. കാരണം ഈ ആ നിലയ്ക്ക് നടക്കുന്ന BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യമെമ്പാടും പല തലത്തിൽ നടക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അങ്ങനെ അത് വളരെ സൂക്ഷ്മമായുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BDJSന്റെ രൂപീകരണം എന്ന് പറയുന്നത് തന്നെ ആ നിലയ്ക്കുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ബാക്കിയായിരുന്നു എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അപ്പോൾ ഇവിടെ സാന്നിധ്യമുള്ളത് തുഷാർ വെള്ളാപ്പള്ളിയുടേതാണ്. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ പോരെ? അല്ല ഹർഷൻ, അതിനകത്ത് മറ്റൊരു വ്യത്യാസമുണ്ട്. കാരണം പൂഞ്ഞാറിൽ നിന്നുള്ള ഒരു നേതാവാണ് ജോർജ് എ മാത്യു. കാരണം പൂഞ്ഞാറിൽ ഈ BDJSന് ചില പ്രശ്നങ്ങൾ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിൽ നിൽക്കുമ്പോഴും ആ BJP നേതാവായി കടന്നു വന്നിരിക്കുന്ന PC ജോർജിനോടും PC ജോർജിൻ്റെ മകനോടും വലിയ തോതിലുള്ള എതിർപ്പ് തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആ പ്രശ്നം ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട് ഇതിൽ. ഇത്തരത്തിൽ ജോർജ് എ മാത്യുവിനെ പോലെ പൂഞ്ഞാർ മേഖലയിൽ നിന്നൊരു നേതാവ് ഈ BJPയുടെ പാളയത്തിലേക്ക് അല്ലെ NDAയിലേക്ക് ഒരു പാർട്ടിയുമായി കടന്നു വരുന്നതിനെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വലിയ തോതിൽ സ്വീകാര്യത ഉണ്ടാക്കുന്നുണ്ട്. PC ജോർജിനോടുള്ള എതിർപ്പ് അത് തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട്. BJP നേതാവായി PC ജോർജ് കോട്ടയം ജില്ലയിൽ സജീവമായി നിൽക്കുമ്പോൾ പക്ഷേ PC ജോർജിനോട് ഒരു ശക്തമായ എതിർപ്പ് തുഷാർ വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി നടേശനും അടക്കം എല്ലാവർക്കും തന്നെ ഉണ്ട്. ആ സംഘത്തിൽ നിന്ന് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാവാം ഇന്നത്തെ യോഗത്തിൽ കണ്ടത്, അല്ലെങ്കിൽ ഈ യോഗത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയായത് എന്ന് കരുതാം. എന്തായാലും അനിൽ ജോർജാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ക്രൈസ്തവ വിഭാഗത്തിനുള്ളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള പുതിയ ശ്രമം അത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് കണ്ടറിയണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലെ ദൈവശാസ്ത്രപരമായ സംവാദങ്ങൾക്ക് ചരിത്രപരമായ പഴക്കമുണ്ട്. ആരോഗ്യകരമായിരുന്ന സംവാദം കാലാന്തരത്തിൽ സംഘർഷത്തിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും കടന്നു. അബ്രഹാമിക് മതശാഖയിൽ നിന്നുണ്ടായ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾക്ക് തനതായ സവിശേഷതകളുമുണ്ട്. ഇന്ത്യയിൽ ന്യൂനപക്ഷമായ രണ്ട് മതവിഭാഗങ്ങളും പരസ്പരം സാഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും കഴിയുകയുമാണ്. കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഇരു മതവിഭാഗങ്ങളും ഒരുപോലെ സമ്മർദ്ദശക്തിയുമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഇവരെ പല കാലങ്ങളിൽ പലതരത്തിൽ മുന്നണികൾ സമീപിച്ചിട്ടുമുണ്ട്. നേരിട്ടല്ലാതെ ക്രിസ്ത്യൻ വിഭാഗത്തെ BJP കൂടാരത്തിൽ എത്തിക്കാനുള്ള ഒരു നീക്കമാണിപ്പോൾ കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ ഇടപെടലിനെയും രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. അതിൽ പക്ഷേ അപരമത വിദ്വേഷമാകരുത് അജണ്ട എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പാർട്ടി 1, 2, 10, 100 രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവട്ടെ. ഇപ്പോൾ BDJS ഉണ്ടായി, അവർ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറെ മാത്രമാണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായുള്ള അവരുടെ അസ്തിത്വം നമ്മൾ ചോദ്യം ചെയ്യുന്നൊന്നുമില്ലല്ലോ. അങ്ങനെ എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ഇത് പരസ്പരം വിദ്വേഷം വമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ സംവിധാനങ്ങളോ എത്രയധികം വേണമെങ്കിലും ഉണ്ടാകട്ടെ. RDX അടുത്ത വിഷയത്തിലേക്ക്.